എടാ മോനെ എടാ ഇതിലില്ലടാ ആ ഗൂഗിൾ മീറ്റിംഗിൽ കയറാൻ പറ്റുന്നില്ല. നീ ഒന്ന് നോക്കിയാടാ. അമ്മ തന്നെ ഇപ്പൊ ഗൂഗിൾ മീറ്റിലൊക്കെ ഇവിടെ കാണുന്നാ പോരെ. എടാ ടൂറ് പോകുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണ്ടേ? ശരിയാക്കിത്താ മോനെ. നിങ്ങൾ ടൂറ് പോകുന്ന ആരെയൊക്കെ ഇപ്പൊ ഗൂഗിൾ മീറ്റിംഗ് വരെ പറയുന്നത്? ഇവിടുന്ന് കൂവി എല്ലാരും വന്നോളും, കിടന്ന് കൂവിയാ മതി. അടുത്തല്ലേ വീടൊക്കെ. എടാ ഞാൻ കുടുംബശ്രീയുടെ സെക്രട്ടറി അല്ലേ, അപ്പൊ കുറച്ച് പരിഷ്കാരങ്ങളെല്ലാം ആവട്ടെ വിചാരിച്ചു. അതുകൊണ്ട് പരിഷ്കാരം എല്ലാം ഗൂഗിൾ മീറ്റിനകത്താ. നീ ഒന്ന് ശരിയാക്കി തരുമെങ്കിൽ ശരിയാക്കി തടാർന്ന്. കാര്യം ചോദിച്ചാ ചെയ്തു തരുമില്ല. അമ്മ വലിയ സെക്രട്ടറി ഒക്കെ ആയിരിക്കും. സെക്രട്ടറിയെ ഭർത്താവ് നല്ലോണം പറ്റിക്കുന്നുണ്ട്. അതുപോലെ അറിഞ്ഞായിരുന്നു. എന്ത് പറ്റിക്കേ? അമ്മക്ക് ഈ വണ്ടി ആരാ സെറ്റ് ചെയ്ത് തന്നെ? അത് നിന്റെ അച്ഛൻ നല്ല അടിപൊളി സൂപ്പർ വണ്ടിയാന്നാ പറഞ്ഞേ. അടിപൊളി സൂപ്പർ വണ്ടിയാണ്. നല്ല പറക്കുന്നളി കണക്കൊരു വണ്ടിയാണ് ഉണ്ടാക്കൊണ്ട് വന്നേക്കുന്നത്. ആ മൊത്തം പുകയും കേസും മൊത്തം പോയ ഒരു വണ്ടി പെയിന്റ് അടിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. വണ്ടി കയറുമ്പോ അറിയാം പൊല്ലാപ്പെല്ലാം കൂടെ. ഇനി അത് ശരിയാക്കും പോയാടായിരുന്നു. ശരിയാക്കിയേ. അത് മാത്രല്ല നല്ല ഹൈ പാസിന്റെ കമ്മീഷനും വാങ്ങിച്ചേക്കുന്നേ. എന്ത് ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല മക്കളെ. അയ്യേ എന്താണ് അമ്മയന്മാരും കൂടെ ചിരിയും കളിയൊക്കെ ആയിട്ട്? അല്ല നിങ്ങൾക്ക് 100 ആയുസാ. നിങ്ങളെ മോൻ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുക. പുകഴ്ത്തിയാ എന്നെയാ? എന്തുവാടാ മോനെ? നിങ്ങള് മറ്റേ ടൂറിസ്റ്റ് ബസ്സാക്കി തന്നിട്ടില്ലേ, അതിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിട്ടുണ്ട്. മൊത്തം ഉടായ്പ. ചിരിക്കണ്ട കേട്ടാ. സത്യമായിട്ട് ഉടായ്പ. സത്യമായിട്ട് ഉടായ്പ. ചോദിച്ചു നോക്ക്. നീ കഷ്ടപ്പെടണ്ട. നിന്റെ അമ്മയോട് ഞാൻ നേരത്തെ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട് നീ ഇതുപോലെ സത്യമായിട്ടുള്ള ഉടായ്പ പോയിട്ട് ഇറങ്ങുമെന്ന്. അപ്പൊ ഓടുന്ന വട്ടി ഒരു മഴ മുന്നേ എറിഞ്ഞു. ഇനിയൊന്നും കേൾക്കൂലല്ലേ? നീ ഞാൻ ചതിക്കണ്ട, ശ്രമിക്കാൻ വേണ്ടിട്ട്. നീ പോകുന്നതിനുള്ള കണ്ണുകടി അടി ഇവന്. കണ്ണും കടിച്ചങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഫോൺ ശരിയാക്കണ്ടായിരുന്നു. കുടുംബശ്രീയുടെ ഗൂഗിൾ മീറ്റ് എന്നാ ശരിയാക്കിയിട്ടുണ്ടോ? കൊണ്ടുപോ. ആ ലിങ്ക് തന്നെ ആക്കിയത്. ആ ലിങ്ക് തന്നെ ആക്കിയത്. എല്ലാം ഫ്ലോപ്പായി വരുന്നത് എന്റെ അടുത്തോട് കരഞ്ഞോണ്ട് വന്നേക്കല്ലേ. എന്താ പറഞ്ഞേ? എല്ലാം ഫ്ലോപ്പ് ആയിട്ട് വരുമ്പോ എന്റെ അടുത്തോട്ട് കരിഞ്ഞുകൊണ്ട് വന്നേക്കല്ലേന്ന്. ഭർത്താവ് അപ്പൊ കാണൂല, സ്ഥലം വിടും പൈസ കൊണ്ട്. ഞാനേ കാണത്തുള്ളൂ. എന്തൊരു ഉടായ്പ ഡയലോഗാടാ നീ അടിക്കുന്നത്? വരട്ടെ, ടൂർ കഴിഞ്ഞ വരട്ടെ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാം. അമ്മ ടൂർ കഴിഞ്ഞു. ചെക്കന് എന്തെങ്കിലും ഒരു ബഹുമാനം വേണ്ടേ അച്ഛന്? എടാ എന്ത് പറഞ്ഞാലും അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ലടാ. അല്ലെ നല്ല അടിപൊളി ബസ്സല്ലേ അല്ലേ നിങ്ങൾ പറഞ്ഞ AC ഒക്കെ ഉള്ള? നിങ്ങൾ എല്ലാരും കൂടെ ധൈര്യമായിട്ട് ടൂർ പോ. ഞാനല്ലേ വാക്ക് പറയുന്നത്. ഇത്രയൊന്നും പറയാൻ പാടില്ലടാ. നീ അച്ഛനിട്ട് പാര വെക്കാറായോടാ? നീ ശ്രമിക്കടാ. പാവം ഇതൊക്കെ ഈ ദോഷമൊക്കെ അവിടെ കൊണ്ട് തീർക്കും. പാവം നീ 10 ജന്മം ജനിച്ചാ എന്റെ ഉടായ്പ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നീ അമ്മയെ പറ്റിച്ച് പൈസ മേടിക്കുമ്പോൾ ഞാൻ പാര വെക്കാറില്ലല്ലോ. പിന്നെ ഞാൻ മേടിക്കുന്നത് നീ എന്തിനാ പാര വെക്കാൻ വരുന്നത്? ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, ഇന്ന് നീ എനിക്കിട്ട് പാര വെച്ചു. ഇതിനൊരു പണി മോനെ നിനക്ക് കിട്ടും. പണി കിട്ടും. ടൂർ കഴിഞ്ഞെങ്കിൽ വരട്ടെ. അപ്പൊ ഇവിടെ പുഷ്പ കടന്ന് വിളയാടും. ടൂർ കഴിഞ്ഞ് വരയുമ്പോ അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നീ എന്നെ സഹായിക്കണ്ട. ഓ ഇല്ല, ഞാൻ ഇങ്ങനെ കണ്ട് രസിക്കും. ആ ആനന്ദം. ഐ എം വെയിറ്റിംഗ്. ഒന്ന് ടൂർ കഴിഞ്ഞ് വരണം. ഓ ടൂർ കുടുംബശ്രീകാര് മൊത്തം ഇവിടെ കയറി മേയും. കൊരുനാക്കൂച്ചും. ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലേ നീ പാര വെച്ചാന്ന് ഞാൻ പറയും. ഞാൻ എന്ത് പാര വെക്കാം? ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പാര വെക്കുന്നത്. നീ ഇപ്പൊ അത് അവതരിപ്പിച്ചില്ലേ അങ്ങോട്ട്? വണ്ടി എന്തോ കുഴപ്പമുള്ള വണ്ടിയാക്കി നീയാണ് പാര പെടുന്നതെന്ന് ഞാൻ പറയും. എന്തൊരു വിഷം ആച്ചാ, വിഷം. വിഷം നിനക്ക് കുറച്ച് ഞാൻ തരുന്നുണ്ട് വായിലോട്ട്. വിഷം പന്തക്കിട്ട് പാര വെക്കുന്നു. എന്നിട്ട് ഡേ വേണ്ട, ഞാൻ എടുത്ത് തലേ കമത്തുവേ നിന്റെ. സഞ്ജുവേ നീ എന്തെടുക്കോടാ അവിടെ? ആ ഭരതനാട്യമൊക്കെ പിന്നെ കളിക്കാം. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ എനിക്ക് ആകെ ഒരു മനസ്സിനൊരു സുഖമില്ല, ഒരു വിഷമം. ഞാൻ ടോയ്ലറ്റിൽ പോകണ്ട. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ നിന്റെ അമ്മ ഊട്ടിക്ക് ടൂറ് പോവാന്ന് പറയുന്നു. അച്ഛമ്മയുടെ സമാധാന ഭാഗത്താണോ അമ്മ പോകുന്നത്? അല്ലല്ലോ, പിന്നെന്തുവാ? എടാ അതല്ലടാ, എന്റെ കൊച്ചുമക്കളെയൊക്കെ കൂടെ കൂട്ടിയല്ലേ അവള് ഊട്ടിക്ക് പോകണ്ട. ഞാൻ അവളെ ഒറ്റയ്ക്ക് പോകാൻ നോക്കുന്നു. ഓ അതച്ഛമ്മ ഭയങ്കര സങ്കടമായി. നല്ല വിഷമമുണ്ട്. ഞാൻ ടൂർ പോകുമ്പോഴേ അച്ഛമ്മയല്ലേ വന്ന് മുടക്കൊണ്ടിരുന്നത് കോളേജ് വെച്ച്. എന്നാടാ സങ്കടം? നീ അതിന് കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകാറില്ലടാ. അതുകൊണ്ട് അത് ഇവിടുന്ന് വിടാത്തോണ്ട് ഞാൻ നിങ്ങൾ അറിയാതെ പോകും. അതിനിപ്പോ എന്തോ? നീ എന്ത് ചെയ്യൂടാ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാ? അച്ഛമ്മ ഏതേലുവേ വണ്ടിയുടെ ഉണ്ണി ചാടിയാൽ മതി. അതാമത്തേന് കുറെ നാൾ റെസ്റ്റ് കൊടുക്കാം, ഹോസ്പിറ്റലിലും പോവാം. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ടി വരും. അത് നിന്റെ അച്ഛനോട് എന്ന് പറയടാ, വണ്ടിക്കടി ചാകാൻ. അച്ഛൻ ചാടിയാലും മതി, എന്നാലും അമ്മയുടെ പോക്ക് ഉണങ്ങൂല്ലോ. അയ്യോടാ കൊള്ളാലോ. അവന്റെ ഒരു പൂതി. ഞാൻ ചാവാൻ വേണ്ടിയല്ലേടാ നീ ഇത് പറഞ്ഞിരുന്ന? ചാവാനൊന്നും അല്ല, പിന്നെ എന്താ ഐഡിയ? അച്ഛമ്മ ഞാനിപ്പോ എന്തോ ചെയ്യാനാ? അതേ ഉള്ളു ഇപ്പൊ നടക്കുന്ന പ്ലാൻ. അല്ലെ ഇപ്പൊ എന്താ പെട്ടെന്ന് ചെയ്യുന്നത്?
എന്റെ അടുത്ത് വേറെ ഐഡിയ ഒന്നുമില്ല, എന്റെ അടുത്ത് അതൊക്കെ ഉള്ളൂ. എന്നാ നല്ല പരിപാടിയിലെ കൊച്ചു ചെറുക്കൻ ഇവിടെ എത്തിയിരിക്കുന്നു. അച്ഛമ്മയ്ക്ക് എന്ത് വേണം ഞാൻ സാധിച്ചു തരാം. എനിക്കൊരു ആന വേണം, നീ സാധിച്ചു തരുമോ? ആനയോ? ആ, എന്റെ ഡ്രോയിങ് ബുക്കിൽ ഒരു ആന ഉണ്ട്, അത് എടുത്ത് കട്ട് ചെയ്ത് തന്നാ പോരെ. കൊടക്കാം ഇവിടെ പറഞ്ഞോടോ, എന്താടോ ഒരു വഴി? വണ്ടിയുടെ മുന്നിൽ ചാടാൻ പറ്റുമോ? അച്ഛമ്മയെ കൊല്ലാനോ? നീ എന്ത് വർത്താനാടാ പറയുന്നത്? അതേ ഉള്ളൂ പ്ലാൻ, വേറെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ചത്തൂലടാ വണ്ടിക്കടി ചാടിയാ. ചാവണ്ട, ചെറുതായിട്ടൊന്നും അഭിനയിച്ച് ഇവിടെ കിടന്ന് അഭിനയിക്കുന്നില്ല, അതുപോലെ ഒന്ന് അഭിനയിച്ചാൽ മതി. മുട്ടി അഭിനയിച്ചാൽ മതി. അതെനിക്ക് പേടിയാ. എന്നാ പൊക്കോ, എനിക്ക് വേറെ ഐഡിയ ഒന്നും. എന്നാലും കണ്ടുപിടിക്കടാ, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കടാ. അവളെ വിടരുത്, എനിക്ക് പൊക്കോ, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കണേ. ആ